ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോനൂസ് ഇൻസ്പയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം, സമയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതും ഏറ്റവും അധികം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതുമായ പ്രിപ്പോസിഷൻസ്, ടൈം, സമയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻസ്. ഒന്ന് ഓൺ, ഇൻ, അറ്റ്. ഈ 3 പ്രിപ്പോസിഷൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമായ ഉപയോഗങ്ങൾ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സമയവുമായി ബന്ധപ്പെട്ട് PSC ഏറ്റവും അധികം തവണ ചോദിക്കുന്ന 3 പ്രിപ്പോസിഷൻസ് ഓൺ, ഇൻ, അറ്റ്. വളരെ സിമ്പിളായ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൃത്യമായി അറിഞ്ഞിരിക്കണം, വളരെ ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രിപ്പോസിഷൻ്റെയും ബേസിക് കൺസെപ്റ്റ് എന്താണ് എന്നാണ്. അപ്പം ആദ്യം ശ്രദ്ധിക്കുക, അറ്റ് പറയുന്നു കൃത്യസമയത്തെ സൂചിപ്പിക്കാൻ, കൃത്യസമയത്തിന് മുന്നിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് അറ്റ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ സമയം കൂടുതൽ, അതായത് ഒരു ഡേ അല്ലെങ്കിൽ ഡേറ്റ്, ദിവസം അല്ലെങ്കിൽ തീയതി, ഇതാണ് എങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ. കൃത്യസമയം അറ്റ്, കുറച്ചുകൂടെ കൂടുതൽ സമയം ഓൺ, അതിനേക്കാൾ കൂടുതൽ സമയം ഒരു ദിവസം അല്ലെങ്കിൽ ഡേറ്റ്, അതിനേക്കാൾ കൂടുതൽ സമയം വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇനി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് സമയം അറ്റ്, കൃത്യസമയം, കുറച്ചുകൂടെ കൂടുതൽ സമയം ഓൺ, അതിനേക്കാൾ കൂടിയ സമയം, എല്ലാം ഇൻ. ഇനി നമ്മൾ ഓരോന്നായി ഡീറ്റെയിൽ ആയി നോക്കുന്നു. അറ്റ് പറയുന്നു ക്ലോക്ക് ടൈം, ഡെഫിനറ്റ് ടൈം, പർട്ടിക്കുലർ ടൈം, എക്സാക്ട് ടൈം, കൃത്യസമയമാണ് പറയുന്നത്. 6 o'clock എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ഉപയോഗിക്കുന്നത് അറ്റ് എന്ന പ്രിപ്പോസിഷൻ. അറ്റ് 6 o'clock, അറ്റ് 6 AM സമയമാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അറ്റ് എന്ന് ആയിരിക്കും, കൃത്യസമയം. ഇനി ഡേ അല്ലെങ്കിൽ ഡേറ്റ് വന്നാൽ ഓൺ എന്നാണ് പറഞ്ഞത്. ഡേ, ഓൺ സാറ്റർഡേ, ഓൺ മൺഡേ, ഓൺ. ഇനി ഡേറ്റ് എക്സാമ്പിൾ നോക്കാം. ഓൺ 8 January, ഓൺ 2nd October 1948. അപ്പം ഇതെല്ലാം പറയുന്നത് ഓൺ ആണ്. ഇത് കഴിഞ്ഞ് ഇയർ, വർഷം വരുന്നുണ്ട് എങ്കിലും, ഇത് കഴിഞ്ഞ് മാസം വരുന്നുണ്ട് എങ്കിലും ഇത് പറയുന്നത് ഒരു ദിവസത്തെ കാര്യം മാത്രമാണ്. 2nd October 1948, 1948 ഒക്ടോബറിലെ 2-ാം തീയതി എന്നാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും പറയുന്നു ഡേ, അല്ലെങ്കിൽ ഇത് പറയുന്നു ഡേ, ഇവിടെ പറയുന്നു ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഇനി സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഒരു ദിവസത്തേക്കാൾ കൂടിയ ഏത് സമയവും ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. മന്ത്, മാസങ്ങൾ, ഇയർ, വർഷങ്ങൾ, ഡെക്കേഡ്, ദശകങ്ങൾ, 10 വർഷം കൂടുന്നതിനെയാണ് ഡെക്കേഡ് എന്ന് പറയുന്നത്. സെഞ്ചുറി, നൂറ്റാണ്ടുകൾ. സീസൺസ്, 4 സീസണാണ് പ്രധാനമായി പറയുന്നത്. സ്പ്രിംഗ്, വിന്റർ, ഓട്ടം, സമ്മർ. ഏത് സീസൺ പറഞ്ഞാലും അവിടെയും ഉപയോഗിക്കുന്നു ഇൻ. ഓരോന്ന് പഠിക്കുന്നതിനേക്കാൾ സിമ്പിളായി മനസ്സിലാക്കാം. ഒരു ദിവസത്തേക്കാൾ കൂടിയ ഏത് സമയവും പറയുന്നു ഇൻ എന്ന പ്രിപ്പോസിഷൻ. എക്സാമ്പിൾ മന്ത്, ഇൻ ജാനുവരി. ഇയർ, ഇൻ 2015. സീസൺ, ഇൻ സമ്മർ. ഡെക്കേഡ്, ഇൻ 1980s ഓർ ഇൻ 80s. രണ്ടും പറഞ്ഞാലും ഓക്കെയാണ്. ഇൻ 1980s ഓർ ഇൻ 80s. ഇനി സെഞ്ചുറി പറയുന്നു. സെഞ്ചുറി ശ്രദ്ധിക്കുക. ഇൻ 18th century, ഇൻ 20th century. ഇതെല്ലാം പറയുന്നത് ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു 3 കൺസെപ്റ്റ് ആണ്. കൃത്യസമയമാണ് എങ്കിൽ, ക്ലോക്ക് ടൈം ആണ് എങ്കിൽ അറ്റ്, ഡേ ഡേറ്റ് വന്നാൽ ഓൺ,
അതിനേക്കാൾ കൂടിയ സമയം, അതായത് ഇൻ മന്ത്, ഇൻ ഇയർ, ഇൻ ഡെക്കേഡ്, ഇൻ സീസൺ, ഇൻ സെഞ്ചുറി. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പറയുന്നതാണ് പാർട്ട് ഓഫ് ദ ഡേ. ഒരു ദിവസത്തിന്റെ ഭാഗത്തിൽ അറ്റാണോ ഇന്നാണോ ഓണാണോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, പാർട്ട് ഓഫ് ദ ഡേ, ഒരു പർട്ടിക്കുലർ ടൈം, അവിടെയും കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ടൈമാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അറ്റാണ്. എക്സാമ്പിൾ, അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്. അറ്റ് ഡോൺ പ്രഭാതം, പ്രദോഷം, രാവിലെ, ആ സമയത്തിൽ പ്രഭാതം എന്ന് പറയുന്നു, വൈകുന്നേരത്തിനെ പ്രദോഷം എന്ന് പറയുന്നു. അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, സൂര്യ ഉദയം, സൂര്യാസ്തമയം. ഇത് രണ്ടും പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ആയതുകൊണ്ട് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചാണ്. ഇനി ശ്രദ്ധിക്കുക, അറ്റ് ന്യൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് മിഡ് ഡേ. പാർട്ട് ഓഫ് ദ ഡേ ആണ്, എന്നാലും അറ്റ് ന്യൂൺ, അറ്റ് നൈറ്റ് രാത്രി, അർദ്ധരാത്രി, ഉച്ച, ഈ സമയങ്ങളെല്ലാം നമ്മൾ പറയുന്നത് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അറ്റ് ന്യൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്. മിഡ് നൈറ്റ്, മിഡ് ഡേ പർട്ടിക്കുലർ ടൈമാണ്, അതുകൊണ്ട് തന്നെ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ ഇതാണ്, പാർട്ട് ഓഫ് ദ ഡേ ആണ് പറഞ്ഞത്. പാർട്ട് ഓഫ് ദ ഡേയിൽ കൃത്യസമയത്തെ സൂചിപ്പിക്കുമ്പോൾ അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, അറ്റ് ന്യൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് ഡേ, അറ്റ് മിഡ് നൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സാക്ട് ടൈം എന്നുള്ളതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്ന 2 പോയിന്റാണ് അറ്റ് ദ മൊമെന്റ്, ഈ നിമിഷത്തിൽ, അറ്റ് പ്രസന്റ്, അറ്റ് ദ മൊമെന്റ്, അറ്റ് ദ പ്രസന്റ്. അറ്റ് ദ മൊമെന്റ് ഈ നിമിഷത്തിൽ, അറ്റ് പ്രസന്റ് ഇപ്പോൾ. ഇത് രണ്ടും ഇപ്പോൾ, ഈ നിമിഷം, എക്സാക്ട് ടൈം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പാർട്ട് ഓഫ് ദ ഡേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാർട്ട് ഓഫ് ദ ഡേയിൽ ഏതിനൊക്കെ മുന്നിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, അറ്റ് ന്യൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് ഡേ, അറ്റ് മിഡ് നൈറ്റ്. ഓക്കെ, ആദ്യം നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ. ഇവിടെയും പാർട്ട് ഓഫ് ദി ഡേ പ്രധാനമായും മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്. ഇതിന് മുന്നിൽ ആർട്ടിക്കിൾ ഉണ്ടാവും. ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഇൻ എന്ന പ്രിപ്പോസിഷൻ. അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിതൊരു ശൈലി പോലെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ നൈറ്റ്. ശ്രദ്ധിക്കുക, കോമൺ ജനറൽ സെൻസിൽ നമ്മൾ പറയുമ്പോൾ അറ്റ് നൈറ്റ് എന്ന് പറയുന്നു. പക്ഷെ ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ ഇൻ ദ നൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളണം. അറ്റ് നൈറ്റ് എന്നാൽ ഇൻ ദ നൈറ്റ് എന്നാണ്. ദ എന്ന ആർട്ടിക്കിൾ മുന്നേ വരുമ്പോൾ ഇൻ ദ നൈറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ 2 ഭാഗം ക്ലിയർ ആയി. അപ്പൊ ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ശൈലികൾ. ഇനി ശ്രദ്ധിക്കുക, ഓൺ, പാർട്ട് ഓഫ് ദ ഡേയുടെ മുന്നിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമോ? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഡേ കഴിഞ്ഞ് പാർട്ട് ഓഫ് ദ ഡേ വന്നാൽ, ഡേ പറയുന്നു സൺഡേ, സൺഡേ കഴിഞ്ഞ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സൺഡേ ഡിപ്പെൻഡ് ചെയ്ത് ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓൺ സൺഡേ മോർണിംഗ്, ഓൺ സൺഡേ ഈവനിങ്, ഓൺ സൺഡേ ആഫ്റ്റർനൂൺ. ശ്രദ്ധിക്കുക, ഓൺ സൺഡേ മോർണിംഗ്, ഓൺ സൺഡേ ഈവനിങ്, ഓൺ സൺഡേ ആഫ്റ്റർനൂൺ. ഇതെല്ലാം പറയുന്നു കാരണം ഡേ പറഞ്ഞ് പാർട്ട് ഓഫ് ദ ഡേ വന്നാൽ. ഓൺ മൺഡേ ഈവനിങ്, മൺഡേ എന്ന് പറഞ്ഞിട്ടാണ് പാർട്ട് ഓഫ് ദ ഡേ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. എക്സെപ്ഷൻ കേസുകളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകൾ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയുന്നു. പക്ഷെ നമ്മൾ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, പാർട്ട് ഓഫ് ദ ഡേയുടെ കൂടെ പ്രധാനമായും അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ ചേർന്ന് വരുമ്പോൾ നമ്മൾ അവിടെയെല്ലാം ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്,
ഇൻ ദ നൈറ്റ് എന്ന് പറയുന്നു. ഇനി പാർട്ട് ഓഫ് ദ ഡേയുടെ മുന്നിൽ ഡേ വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഫെസ്റ്റിവൽസിന് മുന്നിൽ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്? ഫെസ്റ്റിവൽസ്, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ ഫെസ്റ്റിവൽസ് നമ്മളൊരു എക്സാക്ട് ടൈമായി കണക്കാക്കി അതിന് മുന്നിൽ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് ഈസ്റ്റർ. ഫെസ്റ്റിവൽസിന് മുന്നിൽ, കാരണം ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമായി കണക്കാക്കി, ഒരു എക്സാക്ട് ടൈമായി കണക്കാക്കിയാണ് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫെസ്റ്റിവൽസിനോടൊപ്പം ഡേ എന്ന് ചേർന്ന് വന്നാൽ, അവിടെ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഡേ ചേർന്ന് വന്നാൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കൂ. ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഡേ പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നു ഓൺ, കാരണം ഡേ എപ്പോഴും ഓൺ എന്ന പ്രിപ്പോസിഷനാണ് മുന്നേ വരുന്നത്. ഇനി ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ പറഞ്ഞാൽ, ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഓണം ഹോളിഡേയ്സ്, അപ്പോഴേക്കും ഡേയേക്കാൾ കൂടുതൽ വന്നു. അതുകൊണ്ട് തന്നെ സിമ്പിളായി ഇൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇൻ ഓണം ഹോളിഡേയ്സ്, ഇൻ ക്രിസ്മസ് ഹോളിഡേയ്സ്. കാരണം സിമ്പിളാണ്, ബേസിക് കൺസെപ്റ്റ് ആണ്. ഡേയേക്കാൾ കൂടുതൽ വരുന്നതെല്ലാം ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഫെസ്റ്റിവൽ അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് ഈസ്റ്റർ, അറ്റ് വിഷു. എന്നാൽ ഡേ ചേർന്ന് വരുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓൺ റിപ്പബ്ലിക് ഡേ, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ. ഇനി അതിന്റെ അവധിക്കാലമാകുമ്പോഴേക്കും ഹോളിഡേയ്സ് എന്ന് വന്നാൽ ദിവസത്തേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇൻ ഓണം ഹോളിഡേയ്സ്, അവിടെ ഡേയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹോളിഡേയ്സ് എന്നതിന് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഒന്നിന്റെ സ്റ്റാർട്ടിങ്, ജൂലൈയുടെ ആദ്യം, ജൂലൈയുടെ അവസാനം. ഒരു മാസം പറഞ്ഞിട്ട് അതിന്റെ ആദ്യം അവസാനം, അല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞിട്ട് അതിന്റെ ആദ്യം അല്ലെങ്കിൽ അവസാനം എന്ന് പറയുമ്പോൾ അവിടെ അറ്റാണ് ഉപയോഗിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ജൂലൈ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ജൂലൈ. ഒരു മാസം പറഞ്ഞിട്ട് അതിൻ്റെ തുടക്കം പറയുന്നു അല്ലെങ്കിൽ അതിൻ്റെ അവസാനം പറയുന്നു. ആ സമയത്ത് അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറ്റാണ് പറയുന്നത് തുടക്കം അവസാനം, അറ്റാണ് പറയുന്നത് അവസാനം തുടക്കം. അതിനു മുന്നിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ് എന്ന അർത്ഥത്തിൽ അവിടെ ഇൻ ദ മിഡിൽ ഓഫ് ആണ് പറയുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ജൂലൈ, ഇൻ ദ മിഡിൽ ഓഫ് ജൂലൈ എന്നാണ് പറയുന്നത്. അപ്പൊ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. തുടക്കം അവസാനം അത് രണ്ടും അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം അതൊരു എക്സാക്ട് ടൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ മിഡിൽ, മധ്യഭാഗം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. അങ്ങനെ ആയതുകൊണ്ട് ഇൻ ദ മിഡിൽ ഓഫ് ജൂലൈ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും പ്രിപ്പോസിഷൻ ടൈമുമായി ബന്ധപ്പെട്ട ഇൻ, ഓൺ, അറ്റ്, ഈ മൂന്ന് പ്രിപ്പോസിഷന്റെയും ഉപയോഗങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓടിച്ചു പോകുന്നു. എക്സാക്ട് ടൈം, ഡെഫിനറ്റ് ടൈം, കൃത്യസമയം അറ്റ്. ഡേ അല്ലെങ്കിൽ ഡേറ്റ് വന്നാൽ ഓൺ. അതിനേക്കാൾ കൂടുതൽ സമയം, ഡ്യൂറേഷൻ കൂടിയ സമയങ്ങളെല്ലാം മന്ത്, ഇയർ, ഡെക്കേഡ്, സീസൺ, സെഞ്ചുറി, ഇതെല്ലാം ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. പാർട്ട് ഓഫ് ദ ഡേ, കൃത്യസമയം എന്ന അർത്ഥത്തിൽ അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, അറ്റ് നൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് ഡേ, അറ്റ് മിഡ് നൈറ്റ്. എന്നാൽ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ സാധാരണയായി ആർട്ടിക്കിൾ ചേർത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ നൈറ്റ്, ഇൻ ദ ഈവനിങ് എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേ പ്ലസ് പാർട്ട് ഓഫ് ദ ഡേ വന്നാൽ മോർണിംഗ് മാത്രമല്ല പറയുന്നത്. സൺഡേ മോർണിംഗ് എന്നോ മൺഡേ മോർണിംഗ് എന്നോ ഡേ പറഞ്ഞ് മോർണിംഗ് എന്നോ ഈവനിങ് എന്നോ ആഫ്റ്റർനൂൺ എന്നോ വന്നാൽ അവിടെ ഉപയോഗിക്കുന്നു ഓൺ എന്ന പ്രിപ്പോസിഷൻ. മൂന്നാമത് പറഞ്ഞത് ഫെസ്റ്റിവൽസ് ആണ്. ഫെസ്റ്റിവൽസിന് മുന്നിൽ അറ്റ് ഓണം, അറ്റ് വിഷു, അറ്റ് ക്രിസ്മസ്,
അറ്റ് ഈദ്, ഇതെല്ലാം പറയുന്നത് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച്. എന്നാൽ ആ ഡേ ആണ് പറയുന്നതെങ്കിൽ ഡേ പറഞ്ഞാൽ ഓൺ, ആദ്യമേ പറഞ്ഞു ഡേ പറഞ്ഞാൽ ഓൺ. ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ഓൺ റിപ്പബ്ലിക് ഡേ, ഓൺ ഈസ്റ്റർ ഡേ. ഇനി അതൊരു ഹോളിഡേയ്സ്, ആ ഒരു അവധിക്കാലം, ഡേയ്സ് ഒന്നിലധികം ദിവസമാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു ഓണം ഹോളിഡേയ്സ്, അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് പറഞ്ഞു തുടക്കം അവസാനം, അത് എക്സാക്ട് ടൈമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ജൂലൈ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ജൂലൈ. എന്നാൽ മധ്യഭാഗം പറയുമ്പോൾ അവിടെ പറയുന്നു ഇൻ ദ മിഡിൽ ഓഫ് ജൂലൈ എന്നാണ് പറയുന്നത്. കൺസെപ്റ്റ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഇനി വളരെ വേഗത്തിൽ ചെയ്തു പോകാൻ പറ്റും. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. ഹി സെറ്റ് ഔട്ട് ഡാഷ് 6 o'clock. സെറ്റ് ഔട്ട് ഫ്രൈസൽ വെർബ് സ്റ്റാർട്ട് ദ ജേണി. ഹി സെറ്റ് ഔട്ട് ഡാഷ് 6 o'clock. 6 o'clock എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അറ്റ്. അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹി സെറ്റ് ഔട്ട് അറ്റ് 6 o'clock. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017 ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹോൾ വില്ലേജ് അപ്പിയേർഡ് ബ്യൂട്ടിഫുൾ ഡാഷ് ഡോൺ. ഡോൺ ഡസ്ക്, പ്രഭാതം പ്രദോഷം, സൺറൈസ് സൺസെറ്റ്, ഉദയം അസ്തമയം, ഇതെല്ലാം പർട്ടിക്കുലർ ടൈം, എക്സാക്ട് ടൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും അറ്റ് എന്ന പ്രിപ്പോസിഷൻ, ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, അതിനു മുന്നിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ ഈസ് ഡാഷ് ടൈം. ഇവിടെ ടൈം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ക്ലോക്ക് ടൈം ആണോ, ഡേ എന്നോ ഡേറ്റ് എന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ആണ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം എന്നാണ്. ഇൻ ടൈം പറഞ്ഞാൽ ആ പറഞ്ഞ സമയത്തിനകത്ത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ട്രെയിൻ എന്ന് പറയുന്നത് കൃത്യസമയത്ത് എന്നാണ് അതിൻ്റെ ആശയം പറയുന്നത്. കൃത്യസമയത്തിനകത്ത് വരുന്നു എന്നൊരിക്കലും നമ്മൾ പറയാറില്ല. ട്രെയിൻ കൃത്യസമയം, ഓൺ ടൈം, ഓൺ ടൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ ട്രെയിൻ ഈസ് ഓൺ ടൈം സ്ഥിരം ചോദിക്കുന്നൊരു സ്ട്രക്ചറാണ്. സുരേഷ് വാസ് ബോൺ ഡാഷ് 1961. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് 2014 ചോദ്യം. നമുക്കറിയാം വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. വർഷത്തിന് മുന്നേ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. മന്ത്, ഇയർ, ഡെക്കേഡ്, സീസൺ, ഇതെല്ലാം ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചാണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ വാസ് ബോൺ അറ്റ് 6 o'clock. ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അറ്റ് 6 o'clock ഡാഷ് 3rd May. 3rd May എന്നുള്ളത് ഒരു ഡേറ്റ് ആണ്. ഡേറ്റിന് മുന്നിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഷീ വാസ് ബോൺ അറ്റ് 6 o'clock. ക്ലോക്ക് ടൈമിന് മുന്നിൽ അറ്റ്, അത് കഴിഞ്ഞ് ഡേറ്റിന് മുന്നിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഐ മെറ്റ് ഹെർ ഡാഷ് ജൂൺ ഡാഷ് 1986. ജൂനിയർ ഇൻസ്ട്രക്ടർ 2014 ചോദ്യം. ഇപ്പൊ ഇവിടെ 2 ഡാഷ് ഉണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കുക, ജൂൺ എന്നുള്ളത് മന്ത്, മാസങ്ങൾക്ക് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ. മാസങ്ങൾക്ക് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ. ഇയർ, വർഷങ്ങൾക്ക് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ. രണ്ടിടത്തും ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രണ്ടിടത്ത് ഇൻ എന്ന് വിചാരിച്ച് പലരും ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ മാസം പറയുമ്പോൾ ഇൻ ഉറപ്പായി ഉപയോഗിക്കണം. വർഷം പറയുമ്പോഴും ഇൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സെവൻത് ക്വസ്റ്റ്യൻ, ഐ ഷാൾ ബി ദെയർ. ഐ ഷാൾ ബി ദെയർ ഡാഷ് 4 PM. 4 PM എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈം, ക്ലോക്ക് ടൈം അറ്റ്. ഡാഷ് ഫ്രൈഡേ. ഫ്രൈഡേ ഡേ, ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഓൺ. SI 2010 ചോദ്യം. PSC സ്ഥിരം ചോദിക്കുന്ന സ്ട്രക്ചറാണ് ടൈമുമായി ബന്ധപ്പെട്ട പ്രിപ്പോസിഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വോക്ക് അപ്പ് ടോയ്സ് ഡാഷ് ദ നൈറ്റ്. ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു നൈറ്റ് മാത്രം പറഞ്ഞാൽ അവിടെ അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നൈറ്റിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ വന്നാൽ ജനറൽ സെൻസിൽ അറ്റ് നൈറ്റ് എന്നും ദ നൈറ്റ്, ദ ആർട്ടിക്കിൾ കഴിഞ്ഞ് നൈറ്റ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഇൻ എന്ന പ്രിപ്പോസിഷനും ആണ്. ഐ വോക്ക് അപ്പ് ടോയ്സ് ഇൻ ദ നൈറ്റ്. 10th ക്വസ്റ്റ്യൻ, ദ മിനിസ്റ്റർ അറൈവ്ഡ് ഡാഷ് ടൈം. അതും നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്.
ഓൺ ടൈം കൃത്യസമയം, ഇൻ ടൈം സമയത്തിനകത്ത്. ഇപ്പം ഇൻ ടൈം സമയത്തിനകത്ത് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഓൺ ടൈം. ദ മിനിസ്റ്റർ അറൈവ്ഡ് ഓൺ ടൈം. മിനിസ്റ്റർ കൃത്യസമയത്ത് വന്നു. 11th question. Many of our government colleges were built dash 20th century. 20ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കോളേജസും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 20th century എന്ന് പറഞ്ഞാൽ സെഞ്ചുറി, ഡെക്കേഡ്, സീസൺ, ഇതെല്ലാം ഒരു ലോങ് ടൈമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. Many of our government colleges were built dash 20th century. 12th question. India was an underdeveloped country dash 1960s. 1960കളിൽ ഇന്ത്യ ഒരു അവികസിത രാജ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രി. ഇപ്പം 1960s എന്ന് പറയുമ്പോൾ ഒരു ഡെക്കേഡാണ്. 1960 മുതൽ 69 വരെയുള്ള കാലഘട്ടം, അതാണ് ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത്. ഇപ്പം ഡെക്കേഡിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു ഇൻ എന്ന പ്രിപ്പോസിഷൻ. ഡെക്കേഡ്, സെഞ്ചുറി എല്ലാം ഇൻ. 13th question. The burglary took place dash midnight. Burglary, ഭവനഭേദനം. ബർഗ്ലർ, one who breaks into a house. ഒരാൾ അതിക്രമിച്ചൊരു വീട്ടിലേക്ക് കയറുന്നുവെങ്കിൽ അയാളെ നമ്മൾ ബർഗ്ലർ എന്നാണ് പറയുന്നത്. ഇപ്പൊ ബർഗ്ലറി എന്ന് പറഞ്ഞാൽ ഭവനഭേദനം. അത് സംഭവിച്ചത്, നടന്നത് മിഡ് നൈറ്റിലാണ്, അർദ്ധരാത്രിയാണ്. മിഡ് നൈറ്റ്, മിഡ് ഡേ, ന്യൂൺ, നൈറ്റ്, ഇതെല്ലാം അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചാണ് എഴുതുന്നത്. അറ്റ് മിഡ് നൈറ്റ്. മൈ ഫ്രണ്ട് അറൈവ്ഡ് ഡാഷ് വെനസ്ഡേ മോർണിംഗ്. മോർണിംഗ് മാത്രമാണ് എങ്കിൽ, മോർണിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇന്നാണ് എഴുതേണ്ടത്. എന്നാൽ പാർട്ട് ഓഫ് ദ ഡേ, ഡേ പ്ലസ് പാർട്ട് ഓഫ് ദ ഡേ, ഡേ പറഞ്ഞാണ് എഴുതുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്നു ഓൺ എഴുതുന്നു, വെനസ്ഡേക്ക് ഡിപ്പെൻഡ് ചെയ്ത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാൾ വി ഗിവ് ഹിം എ ഗിഫ്റ്റ് ഡാഷ് ഹിസ് ബർത്ത്ഡേ. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എഴുതേണ്ടത് ബർത്ത്ഡേക്ക് അനുസരിച്ചാണ്. ഒരു ഡേ ആണ്, ഡേ ആണ് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്നു ഓൺ എന്ന പ്രിപ്പോസിഷൻ. ഓൺ ഹിസ് ബർത്ത്ഡേ. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇതെല്ലാം ഡേ ആണ് എങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ടൈമുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രിപ്പോസിഷൻസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പഠിച്ചു ഇൻ, ഓൺ, അറ്റ്. ഈ ടോപ്പിക്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് ചെയ്യുക. സംശയമുള്ള ക്വസ്റ്റ്യൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അത് ഉൾപ്പെടുത്തി പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രിപ്പോസിഷൻസിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി വീഡിയോസ് ഉടനെ ചെയ്യുന്നുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.